ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മന്തിയും കബ്സയും തോൽക്കുന്ന നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സുർബിയാൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മന്തിയേക്കാളും കബ്സയേക്കാളും കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു സുർബിയാൻ റെസിപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാലേ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് മനസ്സിലാവുള്ളൂ. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ 1 കിലോ റൈസ് വേവിക്കാനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സാധാരണ ബിരിയാണിക്ക് വേണ്ടി ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 1 സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതെല്ലാം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചതാണിത്. ഇത് 1 സ്പൂണിനേക്കാളും കുറച്ചുകൂടെ അധികം എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മന്തി റൈസും കബ്സ റൈസും വെക്കുന്ന പോലെ നമ്മളിത് ഓയിൽ ഒഴിച്ചാണ് വെക്കുന്നത്. നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഈ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മൾ മന്തിക്കും കബ്സക്കൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന വലിയ അരി തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് വെന്ത് വരട്ടെ. ഇത് വെന്തതിന് ശേഷം നമ്മൾ ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചേക്കണം. അടുത്തതായിട്ട് ഇനി ചിക്കനിലൊന്ന് മസാല ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസിന് വേണ്ടിയിട്ടാണ് 2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വലിപ്പമുള്ള പീസുകളിലൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളിലൊക്കെ നന്നായി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു സ്പൂണിൽ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു ചിക്കനിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ ഇത്രയും മസാല മതിയാവും. ഞാനിതൊന്ന് പകുതി വേവ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വേവുന്നത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കുന്ന മസാലയിലായിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം മസാല പുരട്ടി കൊടുത്തത്. ഇങ്ങനെ തയ്യാറാക്കിയെടുത്തതിന് ശേഷം ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ആ ഒരു ഗ്രേവിയിലിട്ട് വേവിക്കുമ്പോൾ ഈ ഒരു ചിക്കൻ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ നേരിട്ട് ഗ്രേവിയിലിട്ട് വേവിച്ച് അങ്ങനെയും ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ അതിനേക്കാളും ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ ഈ ഒരു ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ ചിക്കനും 1 കിലോ അരിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു 5 സവാള എടുത്തിട്ടുള്ളത്. ഈ ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ മുഴുവനായിട്ടും ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഉള്ളി ഫ്രൈ ആണ്. ഇത്രയും ഉള്ളി നമ്മൾ കറക്റ്റായിട്ട് 3 പാർട്ടായിട്ട് മാറ്റി വെച്ചേക്കണം. ഇപ്പോൾ മുഴുവൻ ഉള്ളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു എണ്ണ വെച്ചിട്ട് വേണം നമുക്കിനി മസാല തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒറ്റ ട്രിപ്പിലായിട്ട് നമ്മൾക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ഭാഗം ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത്രയും വേവ് മതിയാവും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവനായിട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ വെന്ത് വരട്ടെ. ഇപ്പോൾ ചിക്കൻ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വേവ് മതിയാവും. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. 2 പ്രാവശ്യമായിട്ട് മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി ഈ ഒരു ബിരിയാണിക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ 3 പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്നും ഒരു പാർട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. നല്ല പുളിപ്പുള്ള തൈരായിരിക്കണം. 150 ഗ്രാം അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ട് ദമ്മിടാൻ പറ്റിയിട്ടുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ചിക്കൻ പൊരിച്ചിരുന്ന എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊരിച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ 3 മാറ്റി വെച്ചതിൽ നിന്നും ഒരു ഭാഗം ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുമിച്ച് ചതച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയുടെ ഒരു ഭാഗം അരച്ചിട്ടും ഒരു ഭാഗം അല്ലാതെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഉള്ളിയും കൂടെയാണ് ഉള്ളത്. അത് നമുക്ക് ലാസ്റ്റ് ദമ്മിടാൻ നേരത്ത് ചോറിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കൻ പൊരിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് മുഴുവൻ ജീരകമാണ്. അത് 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ചിക്കൻ സ്റ്റോക്ക് ആണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇത് കൈവച്ച് പൊടിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് കറി തിളയ്ക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോയിക്കോളും. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 സ്പൂണിൽ 2 സ്പൂൺ അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അറബിക് മസാല ഏതായിരുന്നാലും കുഴപ്പമില്ല, കബ്സയുടെയോ മന്തിയുടെയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അത് 2 കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സുർബിയൻ ബിരിയാണിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഉരുളക്കിഴങ്ങ്. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ വലിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ഒരു ജാറിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. നേരത്തെ ചിക്കൻ പകുതി വേവാണ് ഫ്രൈ ചെയ്തെടുത്തിരുന്നത്. ഇനി ബാക്കി വേവ് ഇതിൽ കിടന്ന് വെന്ത് വരട്ടെ. ചിക്കൻ പകുതി വെന്തത് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ചിക്കൻ വേവുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു മസാലയും നല്ലോണം കുറുകി കിട്ടും. ഇതുപോലെ ചിക്കനുമായിട്ട് ഈ മസാല നന്നായിട്ട് കുറുകിയിരിക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചോറ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മുഴുവൻ ചോറും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി പൊരിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉള്ളി പൊരിച്ചതും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മന്തിക്ക് പുകച്ചെടുക്കുന്ന പോലെ തന്നെ ഇതും ഒന്ന് പുകച്ചെടുക്കണം. ആ സ്മോക്കിങ്ങിൻ്റെ ഒരു മണം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ചാർക്കോൽ ഉണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിരട്ട വെച്ച് കൊടുത്താലും മതി. ഇനി ഇത് അടച്ചു വെച്ചുകൊണ്ട് 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ വെച്ചിരുന്നതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സുർബിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയുമായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പാത്രം ഒന്ന് കമിഴ്ത്തി വെച്ച് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല കുറുകിയ മസാലയുമായിട്ടാണ് ഇപ്പോൾ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ നല്ല കുറുകിയ മസാലയുമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ചോറുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ മന്തിയേക്കാളും കബ്സയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇപ്പോൾ ഞാനിവിടെ ചോറും മസാലയുമായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ ചിക്കനിൽ നല്ല മസാലയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കനും ചോറും കഴിക്കാനായിട്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സുർബിയൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.